കഴിഞ്ഞ കുറേ നാളുകളായി ബംഗ്ലാദേശിലെത്തുന്ന പാക് സൈനിക മേധാവികളുടെയും ഒപ്പം ബംഗ്ലാദേശിൽ തമ്പടിച്ചിരിക്കുന്ന ISIS ഭീകരന്മാരുടെയും ലക്ഷ്യങ്ങൾ പുറത്തായിരിക്കുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞത് 2013 ISIS പ്രഖ്യാപിച്ച ഇസ്ലാമിക് സ്റ്റേറ്റ് ഗ്ലോബൽ ഇസ്ലാമിക് കൗൺസിൽ, അതായത് ലോകം മുഴുവൻ ഖിലാഫത്ത് അംഗീകരിക്കുന്ന ഒരു ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കുക എന്നൊരു പ്രതിജ്ഞ അവർ എടുത്തിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ ഇസ്ലാമിക പ്രവിശ്യകൾ സ്ഥാപിക്കുക എന്നുള്ളതാണ്. ബംഗ്ലാദേശിൻ്റെ കുറച്ച് ഭാഗങ്ങളും ബംഗാളും അസാമും ചേർത്തൊരു പ്രവിശ്യ രൂപീകരിക്കുന്നതിനുള്ള ശ്രമം ആണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ ഈ ISIS ഭീകരർ നടത്തുന്നത്. കാരണം ഇന്ത്യയുടെ അതിർത്തിയോട് ചേർന്നുള്ള പ്രദേശങ്ങൾ റോഹിംഗ്യകൾ അടക്കമുള്ളവർക്ക് ഈ ഭീകര പരിശീലനം നടത്തുന്നു, അവരുടെ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട് എന്നുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു. ഇതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ബംഗ്ലാദേശ് കരസേനാ മേധാവി ഇപ്പോഴുള്ള ഭരണകൂടത്തിന് മുന്നറിയിപ്പ് നൽകിയിരുന്നത്. അതിനിടയിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുൻപാണ് ഇന്ത്യൻ അതിർത്തിയിൽക്കപ്പുറത്തു നിന്നും അറബിയിലും ഉറുദുവിലുമുള്ള ഈ സന്ദേശങ്ങൾ ഇന്ത്യൻ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് പിടിച്ചെടുത്തിരുന്നു. ഇതിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ അതിർത്തിക്കപ്പുറത്ത് പാക് ഭീകരർ തമ്പടിക്കുന്നുണ്ട് എന്നുള്ള ഒരു സ്ഥിരീകരണവും ഇന്ത്യൻ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. ബംഗ്ലാദേശിലെ ഈ ഇടക്കാല സർക്കാർ വന്നതിന് ശേഷം പാകിസ്ഥാനികൾക്ക് വിസയിൽ വലിയ ഇളവുകളാണ് നൽകിയിരുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പാകിസ്ഥാനിൽ നിന്നും ISIS ഭീകരർ ബംഗ്ലാദേശിലെത്തുകയും ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിൽ കടന്നു കയറി കുറ്റകൃത്യങ്ങൾ ചെയ്തതിനു ശേഷം ബംഗ്ലാദേശിലോ പാകിസ്ഥാനിലോ വളരെ എളുപ്പത്തിൽ അവർക്ക് പോകാൻ തക്ക രീതിയിലുള്ള വിസ നിയമങ്ങളാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇന്ത്യ കനത്ത ജാഗ്രതയിലാണ്. ഒപ്പം തന്നെ ബംഗ്ലാദേശിലും എന്ത് സംഭവിക്കും എന്നറിയാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. അവിടെ ഒരു പുതിയ പാർട്ടി കൂടി രൂപപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു വാർത്ത കൂടി പുറത്തു വരുന്നു. കാരണം ഈ പ്രക്ഷോഭകാലത്ത് പങ്കെടുത്തിരുന്ന വിദ്യാർത്ഥികൾ ചേർന്ന പുതിയൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ സൈനിക മേധാവിയുടെ മുന്നറിയിപ്പ് അത്ര നിസ്സാരമായി അവിടുത്തെ ജനങ്ങളും തള്ളിക്കളയുന്നില്ല. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.